ശ്രീമതി ശാന്തകുമാരി കെ. സർ, നൂറ്റാണ്ടുകൾക്ക് പഴമയേകുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം നിരവധി കലാകാരന്മാർ ചെറുതും വലുതുമായ സംഭാവനകളിലൂടെയാണ് അവരെ ചേർത്ത് പിടിക്കുന്ന കേരള സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ഈ കലാകാരന്മാർക്ക് ഇവിടെ പറഞ്ഞതുപോലെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റെന്തെല്ലാം വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് കലാകാരന്മാർക്ക് നൽകി വരുന്നതെന്ന് വ്യക്തമാക്കാമോ? സാർ, കലാകാര പെൻഷൻ കൂടാതെ അന്തരിച്ച പ്രമുഖ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും വിധവകൾക്കും ആശ്രിതർക്കും പ്രത്യേക ധനസഹായം നൽകുന്നുണ്ട്. നിർധനരായ കലാകാരന്മാർക്കുള്ള അടിയന്തര ധനസഹായം നൽകുന്നുണ്ട്. വിവിധ സാംസ്കാരിക സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. 1000 യുവ കലാകാരന്മാർക്ക് പ്രതിമാസം 17,500 രൂപ നിരക്കിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. വിവിധ കലാവിഭാഗങ്ങളിലെ 40 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് നൽകുന്ന ഫെലോഷിപ്പ് പദ്ധതിയുണ്ട്. ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതി പ്രകാരം നാടൻ കലാകാരന്മാരുടെയും കൈത്തൊഴിലാളികളുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുമായി അവരുടെ സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായം ഇപ്പോഴുണ്ട്. ഈ ധനസഹായത്തിൻ്റെ ഫലമായി നിരവധി ആൾക്ക് പുതിയതായിട്ട് നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് നല്ല നിലത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നല്ല മാറ്റം ആ മേഖല ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്.